ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ സെല്ലോ ടേപ്പും ഡബിൾ സൈഡ് ടേപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്കേഴ്സ് മേക്കിംഗ് വീഡിയോസ് കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ സിമ്പിളായിട്ട് അതുപോലും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെല്ലോ ടേപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ മുന്നേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇമേജസ് ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ഒക്കെ വരച്ചെടുക്കുക. ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ട്രേസ് ചെയ്തെടുത്താലും മതി. പെൻസിൽ കൊണ്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് പെൻ, സാധാരണ സ്കെച്ച് ബ്ലാക്ക് പെന്നില്ലേ, അതെടുത്താലും മതി. അപ്പോൾ ഇത് മൊത്തമായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള പോലെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ക്യാംലിൻ്റെ ബ്രഷ് പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനെ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്റ്റിക്കറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വൈറ്റ് സ്പേസ് കുറച്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് എടുക്കേണ്ടത്. ഇനി അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഫെവി സ്റ്റിക്ക് ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഇമേജസ് വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു A4 ഷീറ്റാണ് എടുക്കുന്നത്. അതിലും ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഫെവി സ്റ്റിക്കിൻ്റെ മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഒട്ടിച്ച് വെച്ച ഇമേജുള്ള പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, അത് ഇതുപോലെ ആ വൈറ്റ് പേപ്പറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം അത് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ഷൈനിങ്ങോടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.